CPM ഏറ്റെടുത്ത് 2 തവണ കൊല്ലം MLA ആക്കിയ മുകേഷിനെ പോലെ ഇന്നേവരെ ഒരു നടിയുടെയും മുറിയുടെ വാതിൽക്കൽ പോയി മുട്ടി എന്ന പേരുദോഷം കേട്ടിട്ടില്ല. ദീർഘകാലം MLAയും ഇടതുമന്ത്രിയുമായിരുന്ന KB ഗണേഷ് കുമാറിനെ പോലെ ഒരു യുവതിയും പിതൃത്വാവകാശം. നമസ്കാരം. വിഷു കുശു എന്നൊക്കെ വിളിച്ചിട്ട് പിഷാരടിയുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മളെ ശ്വേതാ മേനോൻ. പക്ഷെ അവിടെയും തേഞ്ഞൊട്ടിയത് ശ്വേതാ മേനോൻ തന്നെയാണ്. കാരണം സ്വന്തം പേരിലുള്ള കുറേ ആരോപണങ്ങളും കുറേ കാര്യങ്ങളും മുക്കി വെക്കാൻ വേണ്ടിയിട്ട് പിഷാരടിയെ കരിവാരി തേച്ചു എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കാം. അതുപോലെ കൂടെ നിർത്തുന്ന സുഹൃത്തുക്കളെ നോക്കിയും കണ്ട് തിരഞ്ഞെടുത്തില്ലെങ്കിൽ കുതുകാല് വെട്ടും എന്നുള്ളൊരു പാഠവും കൂടിയാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അവിഹിത ബന്ധമോ മറ്റു ബന്ധമോ ഒന്നും അല്ല. അവരത്രയും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അതുകൊണ്ട് ആ ഒരു ഫ്രീഡം വെച്ചിട്ട് വളരെ അവരത്രയും ലാഘവത്തോടെ എടിപൊടി ആ ഒരു സെറ്റപ്പിലുള്ള സംസാരമായിരുന്നു അവരുടെ സംസാരം. പിഷാരടിയും ആ ഒരു ഫ്രീഡം വെച്ചിട്ട് തന്നെ അമ്പടി ജിഞ്ചിഞ്ചാക്കടി എന്നുള്ള സെറ്റപ്പിൽ സംസാരിക്കുകയുണ്ടായത്. എന്നാൽ നമ്മുടെ ശ്വേതാ മേനോൻ പിഷാരടിയെ അവിടെ കരിവാരി തേച്ചുകൊണ്ട് സ്വന്തം പേരിലുള്ള നെഗറ്റീവ് എല്ലാം മാറ്റിയിട്ട് ഞാൻ തിരിച്ചത് അമ്മയിലേക്ക് കയറാൻ പോകുന്നു, അല്ലെങ്കിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ശ്വേതാ മേനോൻ വെറും നാറി കളിയായിപ്പോയി. സ്വന്തം ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം സുഹൃത്തിനെ ഇട്ടുകൊടുക്കുകയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നിങ്ങളും പിഷാരടിയും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ റെക്കോർഡ് ചെയ്തതായ അടക്കം ചീപ്പാണ്. ഒരിക്കലും സ്വന്തം സുഹൃത്തുക്കളുടെ റെക്കോർഡ് ചെയ്ത് വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവനായാലും ശരി അവളായാലും ശരി അതൊരു സുഹൃത്തല്ല. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. എന്തായാലും പിഷാരടി, ജസ്റ്റിസ് ഫോർ പിഷാരടി പറ്റുന്നവരൊന്ന് താഴെ കമന്റ് ചെയ്തേക്ക്, #, ഇട്ടിട്ട്. ഇപ്പൊ പിഷാരടിയാണ് ഇവിടെ അതിജീവിതനായി മാറിയത്. വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. അയ്യോ, കുറെ പേര് രാഹുൽ മാങ്കൂട്ടമായിട്ട് വെച്ച് കമ്പയർ പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ത് തെറ്റാ ചെയ്തേ? പരസ്പര കൺസെന്റോട് കൂടി പോയതാണ്. അത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ അവളുമാരെല്ലാം പതിവൃത ആളാ. അതേ ഞാൻ ചോദിക്കത്തുള്ളൂ. എന്തിന് പിഷാരടിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ പിഷാരടിക്ക് ഉമ്മ കൊടുക്കുന്ന ശ്വേതാ മേനോനുണ്ട്. ആ ശ്വേതാ മേനോനാണ് ഇപ്പൊ ഇമാതിരി പരിപാടി കാണിച്ചു വെച്ചിട്ടുള്ളത്. എന്നാ ശ്വേതാ മേനോനെ കാണിച്ചത് വളരെയധികം മോശമായിപ്പോയി. എന്തായാലും ഒരു സുഹൃത്തിനെയാണ് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞത്. നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടും ജയത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ നശിപ്പിച്ചത് ഒരു സുഹൃത്തിനെയായിരുന്നു. എന്തായാലും പിഷാരടിയിലോട്ട് വരാം. പാവം വല്ലാത്ത അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഞാൻ ഒരിക്കലും പിഷാരടി ആ ഒരു സംസാരത്തിൽ ഞാൻ കുറ്റം പറയത്തില്ല. ഒന്നാമത് ഓൾറെഡി പിഷാരടി ഈ കോമഡി ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. കുറച്ച് കുത്തിച്ചും ഊക്കിയും കളിയാക്കിയൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാനും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഫ്രണ്ടൊക്കെ ഉണ്ട്. ആ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ ഞാൻ തെറി പറഞ്ഞ് സംസാരിക്കും. അത് ചിലപ്പോൾ എൻ്റെ മാന്യത കുറവായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഞാനും അവളും തമ്മിലുള്ള ബോണ്ട് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. അതൊക്കെ ഓഫ് കോഴ്സ് ആ ഒരു ബന്ധം, സുഹൃത്ത് ബന്ധങ്ങൾ അത്രയും വാല്യുബിൾ ആയിട്ട് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ആ രീതിയിലൊക്കെ സംസാരിക്കും, സ്വാഭാവികമാണ്. പിന്നെ ചില ഫ്രണ്ട്സിനൊന്നും എൻ്റെ സംസാരം ഇഷ്ടപ്പെടാറില്ല, സ്വാഭാവികം. അവർ ഓപ്പണായിട്ടൊക്കെ പറയാറുണ്ട്, എന്നെ എടുത്തെറിഞ്ഞിട്ട് പോകാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടേതാണ്. ഞാനായിട്ട് നിൽക്കുമ്പോൾ അത് കണ്ടിഷ്ടപ്പെടുന്നവർ മാത്രം എൻ്റെ കൂടെ സുഹൃത്തായിട്ട് നിന്നാൽ മതി. ഇപ്പോൾ പിഷാരടി ഇങ്ങനെ ഒരു സംഭാഷണം ആദ്യമായിട്ട് പറയുന്നതായിട്ട് എനിക്ക് ആ സംഭാഷണം കേട്ട സമയത്ത് തോന്നിയിട്ടില്ല. കാരണം പിഷാരടി മുന്നേയും ഇതേ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഈ ശ്വേതാ മേനോൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ആ ഒരു ഫ്രീഡം വെച്ചിട്ടാണ് വീണ്ടും സംസാരിച്ചതിനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പണി കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നാറിയ കളി കളിച്ച ശ്വേതാ മേനോൻ ഇരിക്കട്ടെ, എൻ്റെ ബിഗ് സല്യൂട്ട്. ഇനി പിഷാരടിയുടെ കുറച്ച് പോസ്റ്റുകളിലോട്ട് നമുക്കൊന്ന് വരാം. ഇത് 21 ജൂണിന് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പം ജൂലൈ ആയിട്ടുണ്ട്. ജൂണിന് ഇട്ട ഒരു പോസ്റ്റാണ്. നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്നവരും സ്നേഹിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ശരിയാണ്. നമ്മളോട് സ്നേഹത്തോട് പെരുമാറുന്നവരും സ്നേഹിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലവർ നമ്മളെ മുന്നിൽ അഭിനയിക്കും, സ്നേഹത്തോടെ പെരുമാറുന്നത് പോലെ അഭിനയിക്കും. അതായത് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്. ഈ ശ്വേതാ മേനോനൊക്കെ പിഷാരടിയുടെ അടുത്ത് കാണിച്ച പരിപാടി ഏത് പെരുമാറ്റത്തിലൂടെ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സുഹൃത്താണ്, ഭയങ്കര ബോണ്ടാണെന്നൊക്കെ കാണിക്കും. പക്ഷേ മാങ്ങയുടെ അണ്ടിയോട് അടുക്കുമ്പോൾ പുളിക്കുമെന്ന് പറയുന്നത് പോലെയാണ്. കാര്യത്തോട് അടുക്കുമ്പോൾ പിഷാരടിയുടെ അടുത്ത് സ്നേഹമൊന്നുമല്ല, യൂട്ടിലൈസേഷൻ ആയിരുന്നു ശ്വേതാ മേനോൻ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്നേഹിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെ, തീർച്ചയായിട്ടും ഈ സ്നേഹത്തോട് പെരുമാറുന്നവരും സ്നേഹിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ സ്നേഹിക്കുന്നവരെന്ന് പറയുമ്പോൾ ആത്മാർത്ഥ സ്നേഹമായിരിക്കണം. ഇപ്പം നമ്മുടെ ഒരു സുഹൃത്തിന് ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ അവളുടെ കൂടെ നിൽക്കണം. അല്ലാണ്ട് അപ്പോൾ എടുത്ത് മറുകണ്ട അടിച്ചിട്ട് അവനെ വെച്ച് മുതലാക്കി നമ്മളെ സേഫ് ആക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് സുഹൃത്തല്ല. ഓക്കെ, ഇത് ശ്വേതാ മേനോൻ ഇട്ടുള്ള കൊട്ട് നേരത്തെ പ്രഡിക്റ്റ് ചെയ്തിട്ട് പിഷാരടി ഇട്ടതാണെന്ന് തോന്നുന്നു. എന്തായാലും ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നല്ല കാര്യം. ഇനി പിഷാരടി ഇന്നലെ ഓൺഡേയൊക്കെ ഇട്ടിട്ടുള്ളൊരു പോസ്റ്റ് ഒന്ന് വായിക്കാം. പാലക്കാട് DCC ഓഫീസിൽ 108ാം ജന്മദിന സ്മരണയിൽ കേരളത്തിന്റെ പ്രിയ നേതാവ് K. കരുണാകരൻ രാഷ്ട്രീയത്തിൽ ദീർഘവീക്ഷണവും ഭരണത്തിൽ കാര്യക്ഷമതയും ജനങ്ങളോടുള്ള
അചഞ്ചലമായ പ്രതിബദ്ധതയും കൊണ്ട് കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവായിരുന്നു അദ്ദേഹം. തലമുറകളെ പ്രചോദിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പൊതുജീവിതവും സേവന പാരമ്പര്യവും എന്നും സ്മരിക്കപ്പെടട്ടെ. ആദരാഞ്ജലികളോടെ ജന്മദിന സ്മരണകൾ എന്ന് പറഞ്ഞുകൊണ്ട് രമേശ് പിഷാരടി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റിന് താഴെയുള്ള കമന്റ്സ് നിങ്ങളൊന്ന് കാണണം പൊന്നുമക്കളെ. എങ്കിലും ഈ പാലക്കാടുള്ളവർ ഇത്രയും കൃത്യമായി എങ്ങനെ ഇമാതിരി സാധനം സെലക്ട് ചെയ്യുന്നു? ബൈദബായ് രാത്രി എന്താ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. പിഷാരടി ശ്വേതാ മേനോൻ പുറത്തു വന്ന ഫോൺ സംഭാഷണത്തിൽ നിന്ന്. പിഷാരടി എന്താ പരിപാടി? ശ്വേത ഞാനിവിടെ ക്രൗൺ പാൾസയിൽ വൈകിട്ട് ഹസ്ബൻഡ് വരും. പിഷാരടി ഭർത്താവ് വന്നിട്ടാണോ പരിപാടി? ശ്വേത എന്താ? പിഷാരടി വൈകിട്ട് ഭർത്താവ് വന്നിട്ടാണോ പരിപാടി? ശ്വേത അതല്ല, ഹസ്ബൻഡ് വൈകിട്ട് ബോംബെയിൽ നിന്ന് വരും, അതാണ് ഞാൻ പറഞ്ഞത്. പിഷാരടി അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് അല്ലേ പരിപാടി? ശ്വേതാ മേനോൻ ഞാൻ സ്ട്രൈറ്റ് ആയ ഒരാളാണ് പിഷു. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. പിഷാരടി ഹു ഹു കി 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 ഹ ഹ ഹ. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരിക വേട്ടവാളിയന്മാർ മാത്രമായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നു. ഇജാതി വഷളൻ. മമ്മൂട്ടി നീ ഇനി എൻ്റെ വാക്ക് തൂക്കി നടക്കണ്ട. നീ എന്നോടൊപ്പം നടന്നാൽ ഞാനും നിന്റെ കൂട്ടത്തിൽ പെട്ടാനാണെന്ന് ആളുകൾ കരുതിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പിഷാരടിക്ക് ഒരുപാട് നെഗറ്റീവ് ഇപ്പോൾ ഉണ്ട്. ഈ പാർട്ടി ബേസിൽ ഒരുപാട് പേര് ഇതിൻ്റെ ഇടയിൽ കയറി കളിക്കുന്നുണ്ട്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്കാരന്മാർ ഇതിൻ്റെ ഇടയിൽ കയറി നല്ലോണം പിഷാരടിക്കിട്ട് കിട്ടിയ അവസരം എന്ന് പറഞ്ഞ് അടിക്കുന്നുണ്ട്. ഒരു പെണ്ണുപിടിയൻ എന്നുള്ള സെറ്റപ്പിൽ പിഷാരടി ആക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. സീരിയസ്ലി എനിക്ക് ആ വോയിസ് കേട്ടിട്ട് അങ്ങനത്തെ ഒരു ഇത് തോന്നിയിട്ടില്ല. ഒരുപാട് വർഷങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധത്തിന്റെ മുന്നിൽ അവർ സംസാരിക്കുന്ന കുറച്ച് ഡബിൾ മീനിങ് കാര്യങ്ങളൊക്കെയാണ്. അത് പേഴ്സണലായിട്ട് അവർ സംസാരിച്ചത്. ശ്വേതാ മേനോനോ അതിന് റിപ്ലൈ കൊടുക്കുന്നു. പക്ഷെ റെക്കോർഡ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിലാണ് ശ്വേതാ മേനോൻ അവിടെ റിപ്ലൈ കൊടുക്കുന്നതെന്ന് ഏത് ചോറുണ്ടെന്ന് അവന് മനസ്സിലാവും. ഒരുത്തൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട്, ഒരാണിൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് വിചാരിച്ചാൽ എളുപ്പമാണെന്ന് പറയുന്നത് പോലെയാണ് ഇന്ന് പല പെണ്ണുങ്ങളും ഇതുപോലെ ഒരാണുങ്ങളുടെ ജീവിതം വെച്ച് കളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു വ്യാജ പരാതി കൊണ്ട് കൊടുക്കും, എന്നെ പീപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. ഇമാതിരി വ്യാജ പരാതിയും കൊണ്ട് കൊടുത്ത ഒരു ആണിൻ്റെ ജീവിതം തുലയ്ക്കുന്ന ഒരുപാട് സ്ത്രീകളെ പോലെ തന്നെയാണ് ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ പരസ്പര സ്നേഹത്തോടെയൊക്കെ അവർ ഫ്രണ്ട്ലി സംസാരിച്ച സംസാരത്തിനും അവിടെ നിന്ന് ഇവിടെ നിന്ന് പൊടിപ്പ് തുങ്ങലും വെച്ച് കട്ട് ചെയ്ത് പൊതുസമൂഹത്തിലോട്ട് ഇട്ടുകൊടുത്ത് ഒരാണിൻ്റെ ജീവിതം തകർക്കുന്ന ഒരുപോലെ തന്നെയാണ്. ഓക്കെ, ഇത്തരം സ്ത്രീകൾക്കെതിരെയാണ് ഇവിടെ നിയമ നടപടി എടുക്കേണ്ടത്. ഇന്ന് പിഷാരടിയുടെ ഇമേജ് കളങ്കപ്പെടുത്താൻ ശ്വേതാ മേനോൻ എടുത്ത ആ ഒരു സ്ട്രാറ്റജി കണ്ടില്ലെന്ന് ആരും നടിക്കണ്ട. അതിനോടൊപ്പം സ്വന്തമായിട്ടൊന്ന് വെളുപ്പിച്ചെടുക്കാമെന്ന് ശ്വേതാ മേനോൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ശ്വേതയ്ക്ക് തെറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, അന്യന്റെ ഭാര്യയാണെങ്കിലും കരുതിക്കൂടെ, അതെന്റെ ഭാര്യ ആരെങ്കിലും വിളിച്ചിട്ട് ഇമാതിരി വഷളത്തരം പറഞ്ഞാൽ അനക്ക് സഹിക്കുമോ? ജനപ്രതിനിധി ആകുന്നതിന് മുൻപായിരുന്നെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കാമായിരുന്നു. ഓക്കെ, ഇപ്പൊ എൻ്റെ ഭാര്യയുടെ അടുത്താണ് ഇതുപോലെ ഒരുത്തം പറഞ്ഞതെങ്കിൽ എനിക്കും ദേഷ്യം വരും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ ഭാര്യ അവനോട് ഈ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സുഹൃത്ത് ബന്ധത്തിലാണ് അവർ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ ഒന്നും പറയാനില്ല. ഓക്കെ, ഇപ്പൊ ശ്വേതാ മേനോനും പിഷാരടിയും തമ്മിലുള്ള ആ ഒരു സുഹൃത്ത് ബന്ധം അങ്ങനെയാണ്. ഇവിടെ പിഷാരടി ശ്വേതാ മേനോനും മോശമായിട്ട് കാണുകയോ മോശമായിട്ട് പറയുകയോ ചെയ്തെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അവരെ ഫ്രണ്ട്ലി ടോക്ക് വെച്ചിട്ട് സംസാരിച്ച സാധനമാണ്. പക്ഷെ ശ്വേത ഓപ്പോസിറ്റിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് പിഷാരടിക്ക് പണി കൊടുത്തു. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിനെ കടത്തിവെട്ടാൻ പിഷാരടി, ഇത് എന്താ പാലക്കാട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെയൊക്കെ ശരിക്കുള്ള സംസ്കാരം ജനം അറിഞ്ഞു. ഇനി പുറത്തിറങ്ങുമ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കുന്നതാണ് ബുദ്ധിപരം. ചീമുട്ട ഏറെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എടാ, നാളത്തെ സംഗീത് തെമ്മാടി നിനക്ക് ശമ്പളം തരുന്നത് ഞങ്ങളാണ്. ആ ശമ്പളം തരുന്നത് നാട്ടിൽ മുഴുവൻ പോയിട്ട് ഉടായ്പ നടത്താനല്ല, ദിലീപിന്റെ പണി ചെയ്യാനാണോ? അല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പണി ചെയ്യാനല്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. നീ ക്രൗൺ പ്ലാസയിലും അവിടെയും ഇവിടെയും പോയി വീരൻ ദിലീപിന്റെ പരിപാടിയും രാഹുൽ മാങ്കൂട്ടം എന്ന വീടിന്റെ പരിപാടിയുമായി നടക്കുകയാണെങ്കിൽ രാജിവെച്ച് പുറത്തു പോയിട്ട് ചെയ്യടാ. തനിക്കിതിനല്ല ഞങ്ങൾ ശമ്പളം തരുന്നത്. കേട്ടോടാ വർഗീയ തെമ്മാടി. ഫലസ്തീനിലെ മുസ്ലിങ്ങളെ കൂട്ടമായി കൊന്നൊടുക്കുന്നതിൻ്റെ സപ്പോർട്ട് ചെയ്ത ഒന്നാം തരം RSS അങ്കി. വൈകിട്ട് എന്താ പരിപാടി? കോഴി. അയ്യോ, മൊത്തം നിങ്ങൾ ഈ ഫോട്ടോ കാണണം. കണ്ടല്ലോ, ശ്വേതാ മേനോൻ പിഷാരടിക്ക് ഉമ്മ കൊടുക്കുന്നതാണ്. അവർ തമ്മിൽ ഇത്രയും ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടായിരുന്നിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വില പോലും മനസ്സിലാക്കാണ്ട് വെറുതെ തൊലച്ചു കളഞ്ഞ ഒരു വൃത്തികെട്ട മൈൻഡ് സെറ്റായി പോയി ശ്വേതാ മേനോൻ്റെതെന്ന് എനിക്ക് പറയാനുള്ളൂ. സ്വന്തമായിട്ട് ഏറിപ്പോയി നിലനിൽപ്പില്ലാണ്ട് മൂഞ്ചി തിരിഞ്ഞ് ആകെ അമ്പിത്തെറ്റിയായിട്ട് തിരിഞ്ഞിരിക്കുന്ന സമയത്ത് വേറെ വഴിയില്ലാണ്ട് ഈ കാണിച്ച നാറിയ തൊട്ടിപ്പരിപാടി ശ്വേതാ മേനോൻ കാണിച്ചു. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അമ്മാതിരി തൊട്ടിപ്പരിപാടിയാണ് ശ്വേതാ മേനോൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ശ്വേതാ മേനോൻ പിഷാരടിക്ക് പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ടല്ലോ. ഈ ഫോട്ടോ ഞാൻ കാണിച്ചില്ലേ? അപ്പോഴും നിങ്ങൾ അത്രയും സുഹൃത്ത് ബന്ധം ആയതുകൊണ്ടല്ലേ ഉമ്മ കൊടുത്തത്.
പിന്നെ ശ്വേതാമേനോൻ വലിയ പതിവ്രത ചമഞ്ഞ് വലിയ സെറ്റപ്പ് പോലെ സംസാരിക്കുന്നുണ്ടല്ലോ. പണ്ട് അഭിനയിച്ചിട്ടുള്ള സിനിമകളൊക്കെ മറന്നോ മറന്നില്ലേന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും കൊള്ളാം ശ്വേതാമേനോനെ. സ്വന്തമായിട്ട് ഒന്ന് ഏറിപ്പോയത് തേച്ച് മാച്ച് കളഞ്ഞിട്ട് മറ്റൊരുത്തൻ്റെ തലയിൽ ഇട്ട് കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഈ നാറിയ തൊട്ടി പരിപാടി ആരും ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സുഹൃത്ത് ബന്ധങ്ങൾക്ക് പോലും വാല്യൂ ഇല്ലാത്ത രീതിയിലായിപ്പോ. വളരെ ചീഞ്ഞളിഞ്ഞ പരിപാടി. എന്തായാലും കൊള്ളാം, നിങ്ങളെപ്പോലെയുള്ളവരെ തനിക്കുണം എക്സ്പോസ് ആകുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനി തിരിച്ച് സംഘടനയെ കയറിയിട്ട് വേണമല്ലോ നമുക്ക് 15 കോടി ഇങ്ങോട്ട് വലിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കരക്കമ്പില സംസാരമാണ് കേട്ടോ. അപ്പോൾ ഇനി മറുനാടനിലെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഞാൻ കേട്ടപ്പോൾ എനിക്കതൊന്ന് കേൾപ്പിക്കണമെന്ന് തോന്നി. കേട്ട് നോക്കാം. നമസ്കാരം. പിഷു എന്നാണ് പിഷാരടിയെ സിനിമക്കാർ മുഴുവൻ വിളിക്കുന്നത്. എപ്പോഴും തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇതുവരെ പേരുദോഷം കേൾപ്പിച്ചിട്ടില്ലാത്ത നടനാണ് പിഷാരടി. CPM ഏറ്റെടുത്ത് 2 തവണ കൊല്ലം MLA ആക്കിയ മുകേഷിനെ പോലെ ഇന്നേവരെ ഒരു നടിയുടെയും മുറിയുടെ വാതിൽക്കൽ പോയി മുട്ടി എന്ന പേരുദോഷം കേട്ടിട്ടില്ല. ദീർഘകാലം MLAയും ഇടതുമന്ത്രിയുമായിരുന്ന KB ഗണേഷ് കുമാറിനെ പോലെ ഒരു യുവതിയും പിതൃത്വാവകാശവുമായി രംഗത്ത് വന്നിട്ടില്ല. CPM സ്വന്തമായി കൊണ്ടുനടന്ന രഞ്ജിത്തിനെ പോലെ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടില്ല. എന്തിനേറെ ഇടതിൻ്റെ സ്വന്തമായ കമലിനെ പോലെ ഒരു പേരുദോഷവും കേൾപ്പിച്ചിട്ടില്ല. സാംസ്കാരിക നായകരും ചലച്ചിത്ര പ്രവർത്തകരുമൊക്കെ CPMനൊപ്പം നിൽക്കണം എന്ന അലിഖിത നിയമത്തെ ലംഘിച്ചുകൊണ്ട് താൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ അപൂർവം പേരിൽ ഒരാൾ. സിനിമാ ജീവിതത്തിൻ്റെ തുടർച്ചയായി പൊതുപ്രവർത്തനം ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായി MLA പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്ത നേതാവ്. സ്വാഭാവികമായും CPM വല്ലാതെ ഭയപ്പെടും. അവർ തക്കം പാർത്തിരിക്കുകയായിരുന്നു. ആ കെണിയിലേക്കാണ് അറിയാതെ പോയി പിഷാരടി വീണുകൊടുത്തത്. സോഷ്യൽ മീഡിയയിൽ നിറയെ ഇടതു പ്രൊഫൈലുകൾ പിഷാരടിക്കെതിരെ ആഞ്ഞടിക്കുന്നു. പിഷാരടിയെ രമേശ് മാങ്കൂട്ടത്തിൽ എന്ന ടാഗ് ലൈനിട്ട് പിഷാരടിക്കെതിരെ അതിശക്തമായ സൈബർ പ്രചരണം നടത്തുന്നു. ഇന്നലെ വരെ ശ്വേതാമേനോൻ സംഘിയാണ്, അമ്മയെ തൂക്കിവെക്കാൻ ശ്രമിച്ചു, അവരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ബഹളം വെച്ച നവോത്ഥാന നായകരും സാംസ്കാരിക ഫെമിനിസ്റ്റുകളുമൊക്കെ ഇപ്പോൾ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണോ എന്ന് പറഞ്ഞ് പിഷാരടിക്കെതിരെ വാളെടുക്കുന്നു. പിഷാരടി ഇതേക്കുറിച്ച് ഒരു പ്രതികരണവും നടത്തിയില്ല. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിയപ്പോൾ മുതൽ ഓരോ സ്റ്റെപ്പും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത് അതിനൊക്കെ കയ്യടി കിട്ടി വലിയ ഭൂരിപക്ഷത്തിൽ പാലക്കാട് സ്വന്തമാക്കി. നിയമസഭയിലും ആ പെർഫോമൻസ് കൃത്യമായി തുടർന്ന് ജനഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന പിഷാരടിക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് ഈ ആഘാതം. പിഷാരടിയുടെ വാക്കുകളെ ഒറ്റയ്ക്കെടുത്താൽ നമുക്കാർക്കും അതിനോട് യോജിക്കാൻ കഴിയില്ല. ഇന്നലെ വിഷയത്തിൽ എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയിരുന്നു. ഏതു പുരുഷനും ഏതു സ്ത്രീയോടും സെക്ഷുവൽ ജോക്ക് നടത്താം. പക്ഷെ മറുവശത്തുള്ള സ്ത്രീ അത് ഇഷ്ടപ്പെടണമെന്ന് മാത്രം. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. പിഷാരടിയുടെ ഭാഗത്ത് തെറ്റായി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ശ്വേതാമേനോന് ഒന്നും മനസ്സിലാവാതെ പറഞ്ഞപ്പോഴും ഞാൻ അത്തരക്കാരിയല്ല എന്ന് പറയുമ്പോഴും പിഷാരടി ആ ചിരി തുടർന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പിഷാരടി വിചാരണ ചെയ്യപ്പെടുമ്പോൾ മറുപടി പറയാൻ പോലും പിഷാരടിക്ക് കഴിയാത്തത്. ഇന്നലെ ഞാൻ പിഷുവിനെ വിളിച്ചു. എന്തു സംഭവിച്ചു എന്നറിയാൻ വളരെ വേദനയോടെ സങ്കടത്തോടെയാണ് പിഷു സംസാരിച്ചത്. പറ്റാനുള്ളത് പറ്റി, ഇതുണ്ടാക്കുന്ന ഡാമേജ് ചില്ലറയല്ല. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, സംഭവിച്ചത് മാറ്റി സംഭവിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് പിഷാരടി വേദനയോടെ പറഞ്ഞത്. അത് സംഭവിച്ചതിൻ്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും വെല്ലുവിളിക്കാനോ ഒന്നും പിഷാരടി ഒരുങ്ങിയില്ല. പക്ഷെ പിഷാരടിയുടെ വാക്കുകൾ എന്നെ വേദനിപ്പിച്ചു. അത്രയേറെ ആശങ്ക ആ മനുഷ്യൻ്റെ ഇടറുന്ന ശബ്ദത്തിലുണ്ട്. ഇന്നേവരെ പിഷാരടി തമാശ കലരാതെ ഒരു വാക്കുപോലും ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. പിഷാരടിയുടെ ബ്രാൻഡാണ് പലപ്പോഴും പറയാനുള്ളത് പച്ചയ്ക്ക് പറയുക എന്നത്. ആ പിഷാരടിയെക്കുറിച്ച് ഒരു മോശം വാക്കുപോലും പറയാൻ ആർക്കുമില്ലാതിരിക്കവേ ചിരകാലം ഇനി പിഷാരടിയെ വേട്ടയാടാൻ ഒരു ക്യാപ്സ്യൂൾ ഒരുക്കി കൊടുത്തതിൻ്റെ വേദനയും ഖിന്നതയും പിഷാരടിക്കുണ്ട്. ഈ അർത്ഥത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ പിഷാരടി ചതിക്കപ്പെടുകയായിരുന്നു. ശ്വേതാമേനോനുമായി പിഷാരടിക്ക് വളരെ ഊഷ്മളമായ ബന്ധമാണുള്ളത്. എക്കാലത്തും ഇവർ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളെ പോലെ പെരുമാറിയിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പിഷാരടിക്ക് ശ്വേതാമേനോൻ സ്നേഹചുംബനം കൊടുക്കുന്ന ആ പഴയ ചിത്രമാണ്. നോക്കൂ, ഈ ചിത്രത്തിൽ ശ്വേതാമേനോൻ ചുംബിക്കുന്നത് ലൈംഗിക വികാരത്തോടെയല്ല. അതുപോലെ തന്നെയാണ് പിഷാരടി അത് ഏറ്റുവാങ്ങുന്നതും. ഊഷ്മളമായ സൗഹൃദമുള്ള ഒരാണും പെണ്ണും തമ്മിലുള്ള സ്നേഹപ്രകടനത്തിനപ്പുറത്തേക്ക് അശ്ലീല കാഴ്ചയൊന്നും അതിലില്ല. ഇങ്ങനെ ശ്വേതാമേനോന് പിഷാരടി ചുംബിക്കണമെങ്കിൽ അവർ തമ്മിലുള്ള കെമിസ്ട്രി എത്ര ഊഷ്മളമായിരിക്കണമെന്നോർക്കണം. ദിവ്യ എസ് അയ്യർ മന്ത്രി കെ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിക്കുകയും ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ചെയ്തതിൻ്റെ മറ്റൊരു വശമാണ് ഇതും. ആ ഒരു ആത്മബന്ധത്തിന് പുറത്താണ് പിഷാരടി തമാശ പറഞ്ഞത്. വെറുതെ എന്തെങ്കിലും ഒരു സെക്ഷുവൽ ജോക്ക് പറഞ്ഞ് ആസ്വദിക്കാൻ വേണ്ടി ആയിരുന്നില്ല എന്ന് സാഹചര്യം വിലയിരുത്തിയാൽ മനസ്സിലാക്കാം. ഏതാണ്ട് 41 മിനിറ്റാണ് പിഷാരടിയും ശ്വേതാമേനോനും തമ്മിൽ സംസാരിച്ചത്. സംസാരം തുടങ്ങിയപ്പോഴല്ല ശ്വേതാമേനോനോട് പിഷാരടി
ഈ ജോക്ക്, ഈ വളുപ്പ് പറഞ്ഞത്. സംഭാഷണം അമ്മയിലെ പ്രതിസന്ധിയാണ്, ശ്വേതാ മേനോന്റെ രാജിയാണ്, അൻസിബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, കോടതിയിലേക്ക് നീങ്ങിപ്പോകുന്ന അമ്മയുടെ നാണക്കേടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇത് പിഷാരടി 41 മിനിറ്റ് നേരം സംസാരിക്കുന്നു. അങ്ങനെ മനസ്സ് തുറന്ന് സുഹൃത്തുക്കളെ പോലെ അവർ സംസാരിച്ചതിനൊടുവിൽ ആ ഒരു അന്തരീക്ഷം തണുപ്പിക്കാൻ വേണ്ടി തൻ്റെ അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുന്നു. ശ്വേത അപ്പോൾ ഭർത്താവ് വരും എന്ന് മറുപടി കേട്ടാൽ സ്വാഭാവികമായും എങ്കിൽ പിന്നെ അതായിരിക്കും പരിപാടി എന്ന തരത്തിൽ സംസാരിച്ചതാണ്. ശ്വേത ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് സ്ത്രീയാണെന്ന് തീർച്ചയാണ്, അതിലൊരു തർക്കവും വേണ്ട. അവർ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരുടെ കെട്ടിപ്പടുത്തുമോ സൗഹൃദമോ തെറ്റായ ലക്ഷ്യത്തിലുള്ളതുമല്ല. പക്ഷേ ഇവിടെ അവർക്കൊരു അങ്കലാപ്പുണ്ടായിരുന്നു. കാരണം ഇവർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് അവർക്കറിയാം, അത് പിഷാരടിക്ക് അറിയില്ല. റെക്കോർഡ് ചെയ്യുന്നത് വഴി അവർ പിഷാരടിയെ മോശക്കാരനാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. നേരെ മറിച്ച് ആ വിഷയത്തിൽ തൻ്റെ ഭാഗത്തെ സത്യം അത് പിഷാരടിയെ കൊണ്ടുകൂടി സമ്മതിപ്പിച്ച് ലോകത്തോട് പറയുക എന്ന ഒരു ധർമ്മയുദ്ധത്തിൻ്റെ ഭാഗമായ അധർമ്മ പ്രവൃത്തിയായിരുന്നു. അത് അങ്ങനെ തന്നെയായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുപോയത്. കൃത്യമായ ലക്ഷ്യത്തിൽ ശ്വേതയ്ക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഒടുവിൽ തൻ്റെ ഊഷ്മള സൗഹൃദത്തിൻ്റെ പേരിൽ ഇങ്ങനൊരു സംഭാഷണം ഉണ്ടായപ്പോൾ ശ്വേതയ്ക്ക് പോലും എന്ത് പറയണം എന്നറിയാതെ പോയി. അതുകൊണ്ടാണ് ശ്വേത ഇങ്ങനെ ബോധപൂർവം സംസാരിക്കുന്നത്. സാധാരണ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ശ്വേത ഗൗരവത്തോടു കൂടി പറഞ്ഞിട്ടും അത് മനസ്സിലായില്ല പിഷാരടിക്ക് എന്നതാണ് പിഷാരടിയുടെ വീഴ്ച. സൗഹൃദ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടത് അധാർമികം തന്നെയാണ്. പക്ഷെ ഒരു ധർമ്മയുദ്ധത്തിന് ഇറങ്ങുമ്പോൾ തൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി ചില അധർമ്മ പ്രവർത്തികൾ ചെയ്താൽ കുഴപ്പമില്ലെന്ന് മഹാഭാരത യുദ്ധത്തിൽ പോലും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ നമുക്ക് ശ്വേതയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ ശ്വേത ഒരു കുറ്റം ചെയ്തു. പിഷാരടി എന്ന സുഹൃത്തിനെ അപമാനിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ അവസാനത്തെ ആ 1 മിനിറ്റ് സംഭാഷണം ശ്വേത കട്ട് ചെയ്തിട്ട് പുറത്തുവിടാൻ പാടുണ്ടായിരുന്നുള്ളൂ. ആ സംഭാഷണം കേൾപ്പിക്കാനെടുത്ത തീരുമാനം അങ്ങേയറ്റം ഖേദകരമായി പോയി. ഇതാണ് പിഷാരടിയെ തകർത്ത് കളഞ്ഞത്. ആ ഭാഗം കട്ട് ചെയ്തിട്ട് ശ്വേതാ മേനോൻ ഈ സംഭാഷണം പുറത്തുവിട്ടിരുന്നെങ്കിൽ അത് പുറത്തു വന്നാൽ പോലും പിഷാരടിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. പിഷാരടിയോടെ ഞാൻ അത് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ പിഷാരടി നന്ദിയുള്ളവനാകുമായിരുന്നു. വാസ്തവത്തിൽ ഈ വഞ്ചനയിൽ പിഷാരടി അടിമുടി തകർന്നിരിക്കുന്നു. പിഷാരടിയോട് സംസാരിക്കുമ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനുണ്ടാവുന്ന ഇടർച്ച. ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരനല്ല പിഷാരടി എന്നോർക്കണം. സിനിമയെ സൈഡ് ലൈൻ ചെയ്ത് രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇറങ്ങുമ്പോൾ ഇനി എക്കാലത്തും നിലനിൽക്കുന്ന ഒരു ബ്ലാക്ക് മാർക്കായി അത് മാറിയതിൻ്റെ വേദന പിഷാരടിയെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ശബ്ദത്തിലും പ്രവൃത്തിയിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. റനീഷ് തുരുത്തിക്കാരൻ ഇങ്ങനെ എഴുതുന്നു: രമേശ് പിഷാരടിയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കമ്മികൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ അയാളെ സ്വഭാവഹത്യ നടത്തി തോൽപ്പിക്കാം എന്ന് കരുതി ഇറങ്ങിയിരിക്കുകയാണ് കമ്മികൾ. പഴയൊരു കാര്യമാണ് ഓർമ്മയിൽ വന്നത്. മഴവിൽ മനോരമയിലെ ഒരു ഷോ നടക്കുന്നു. വച്ചുള്ള സിനിമകൾ പറയുന്ന എന്തോ സംഭവമാണെന്ന് ഓർമ്മ. കുറേ സിനിമകൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അയ്യോ ഒരെണ്ണം മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് പിഷാരടി കിന്നാരത്തുമ്പികൾ എന്ന് പറയുന്നു. പുള്ളിയെ എല്ലാവരും കളിയാക്കുന്നു. ശ്വേതാമേനോൻ വന്ന് കാമസൂത്ര എന്ന് പറയുന്നു. അതിനെ തുടർന്ന് നടക്കുന്ന സംഭാഷണങ്ങളൊക്കെയും അല്പം ഡബിൾ മീനിങ് ആണ്. പരസ്യമായി പോലും ഇങ്ങനെ സംസാരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യാവുന്ന സൗഹൃദം ഇവർക്കൊക്കെ ഇടയിലുണ്ടെന്ന് വ്യക്തം. ഇവിടെ ഇപ്പോൾ കോൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് ശ്വേത സംസാരിച്ചതെന്ന് വ്യക്തം. ശ്വേത സ്ഥിരമായി പറയുന്ന രീതിയിൽ ആകാം പിഷാരടി അവരോട് സംബന്ധിച്ചത്. എന്നാൽ കോൾ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ശ്വേത ആറ്റിറ്റ്യൂഡ് മാറ്റി സംസാരിച്ചു. സംഘപരിവാറിന് വേണ്ടി പ്രത്യേക അജണ്ടയോടുകൂടിയാണ് ശ്വേത അമ്മയിൽ പ്രവർത്തിച്ചതെന്ന് വ്യക്തമാവുകയാണ്. അവരുടെ കയ്യിൽ നിന്നും കോടികൾ വാങ്ങിയതിന് നന്ദി കാണിക്കാനും സുഹൃത്തിനെ ഒറ്റിക്കൊടുക്കാനും ഇപ്പോൾ തയ്യാറായത്. രണ്ട് സുഹൃത്തുക്കൾക്കിടയിലെ ഫോൺ സംഭാഷണം കടിച്ചു തൂങ്ങി തെരഞ്ഞെടുപ്പിന് തോൽവിയിൽ നിന്നുള്ള അപമാനത്തിന് രക്ഷപ്പെടാം എന്ന് കരുതുന്ന കമ്മികളുടെ ഗതികേടൊക്കുമ്പോൾ സഹതാപം തോന്നുന്നു. അയാൾ പാലക്കാടിന് ജനകീയ MLA ആണ്. നീയൊക്കെ എത്ര കുറിച്ചാലും ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും പ്രിയപ്പെട്ടവനെ നിയമസഭയിൽ ആ ജനതയുടെ ശബ്ദമായി പിഷാരടി തുടരും. അയാൾ ജയിച്ചത് കേവലം തെരഞ്ഞെടുപ്പ് മാത്രമല്ല, പാലക്കാടിൻ്റെ ഹൃദയം കൂടിയാണ്. ഈ കടകംപള്ളി സുരേന്ദ്രനും തോമസ് ഐസക്കിനും ഒക്കെ ഇപ്പോഴും വോട്ട് ചെയ്യുന്നവന്മാരാണ് സൗഹൃദ സംഭാഷണത്തിൽ ഞരമ്പ് രോഗം കണ്ടെത്താൻ ഇറങ്ങിയിരിക്കുന്നത്. ഇത്തരം ഒരു രാഷ്ട്രീയ മാനവും ഇതിന് കൈവരിക്കുന്നുണ്ട്. അവസാനമായി എനിക്ക് പറയാനുള്ളത് ജെറി പൂവക്കാല എഴുതിയത് മാത്രമാണ്. നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഫോൺ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫോൺ കോൾ മതി ഇന്നൊരാളുടെ ജീവിതം തകിടം മറിയാൻ. സാങ്കേതികവിദ്യ വിരൽ തുമ്പിൽ വിപ്ലവം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങൾ എപ്പോൾ വേണമെങ്കിലും പൊതുമധ്യത്തിൽ വിചാരണ ചെയ്യപ്പെടാം. അടുത്തിടെ മലയാളി സമൂഹത്തിൽ വലിയ ചർച്ചയായ രമേശ് പിഷാരടിയുടെ ഒരു ഫോൺ കോൾ വിവാദം ഇതിൻ്റെ മികച്ച ഉദാഹരണമാണ്. തമാശയ്ക്കോ സൗഹൃദത്തിന് പുറത്തോ പറയുന്ന ഒരു വാക്കോ ഒരു മൂളലോ അല്ലെങ്കിൽ ഒരു ചിരിയോ പോലും എങ്ങനെ ഒരാളുടെ കരിയറിലെയും ജീവിതത്തിലെയും ഏറ്റവും വലിയ നാറ്റക്കേസിൽ കൊണ്ടു ചെന്നെത്തിക്കാം എന്ന ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. സൗഹൃദങ്ങൾ എത്ര വലുതാണെങ്കിലും ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട ചില ലക്ഷ്മണരേഖകൾ ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം. സൗഹൃദങ്ങൾക്കാകാം, പക്ഷെ അതിർവരമ്പുകൾ വേണം. ഒരു രാഷ്ട്രീയക്കാരനോ MLAയോ അല്ലെങ്കിൽ പിഷാരടിയെ പോലെ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു സെലിബ്രിറ്റി ആവട്ടെ, ഫോണിന് മറുതലയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാകാം എന്ന പൂർണ്ണ ബോധ്യത്തോടെ വേണം ഇനി മുതൽ സംസാരിക്കാൻ. നമ്മളല്ലേ, കുഴപ്പമില്ല എന്ന അമിത വിശ്വാസമാണ് പലപ്പോഴും കെണിയാവുന്നത്. പരസ്പരമുള്ള സൗഹൃദം എത്ര ആഴത്തിലുള്ളതാണെങ്കിലും
അതിനൊരു മാന്യമായ അതിർവരമ്പ് എപ്പോഴും സൂക്ഷിക്കുക. മറ്റൊരു കുടുംബമുള്ളവരോട് സംസാരിക്കുമ്പോൾ മാന്യത കൈവിടരുത്. വിശേഷിച്ചും മറ്റൊരു കുടുംബമായി ജീവിക്കുന്ന ഒരു സ്ത്രീയോട് നമ്മൾ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ പുലർത്തേണ്ട ചില മാന്യതകളുണ്ട്. പരസ്പര ബഹുമാനം ഒട്ടും ചോർന്നു പോകാത്ത രീതിയിലായിരിക്കണം വാക്കുകളുടെ പ്രയോഗം. തമാശയുടെ പേരിൽ പോലും അശ്ലീലം കലർന്ന ഭാഷയോ ദ്വയാർത്ഥ പ്രയോഗങ്ങളോ ഉപയോഗിക്കാതിരിക്കാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ തമാശയെ പറയുന്ന കാര്യങ്ങൾ നാളെ മറ്റൊരാൾക്ക് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ആയുധമായി മാറിയേക്കാം. കരിയർ തകർക്കുന്ന ഒരു മൂളൽ പിഷാരടിയുടെ ഒരു കേസിൽ ഉൾപ്പെടെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് ഇതാണ്. ഒരുപക്ഷെ ബോധപൂർവം അല്ലെങ്കിൽ പോലും മറുഭാഗത്തു നിന്ന് അനാവശ്യമായ സംഭാഷണങ്ങൾക്ക് നൽകുന്ന ഒരു ചിരിയോ മൂളലോ പോലും നിങ്ങളുടെ കരിയറിനെ എന്നേക്കുമായി ബാധിക്കുന്ന കറയായി മാറാം. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത പേരും പ്രശസ്തിയും ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടില്ലാതാകും. ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഓഡിയോ റെക്കോർഡിങ്ങിന് പിന്നിൽ എത്ര തിരുത്തിയാലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയില്ല. ഓർക്കുക, നിങ്ങളുടെ ഫോണിലെ ഓരോ വാക്കും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന ജാഗ്രത മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം. ഇതൊരു പാഠമാകണം. കുടുംബമുള്ളവരും സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ സ്വയം ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ ഈ സംഭവം എല്ലാവർക്കും ഒരു വലിയ പാഠമായിരിക്കണം. ഫോൺ കോളുകൾ എപ്പോഴും ഔദ്യോഗികവും മാന്യവുമായി നിലനിർത്തുക. വ്യക്തിപരമായ തമാശകൾ അതിരുകടക്കാതെ സൂക്ഷിക്കുക. മറുതലയ്ക്കൽ സംസാരിക്കുന്ന വ്യക്തിയുടെ അന്തസ്സിനെ ബഹുമാനിക്കുക. ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുമ്പോൾ വിവേകത്തോടെയുള്ള സംസാരം മാത്രമാണ് നമ്മുടെ വ്യക്തിത്വത്തെയും കുടുംബത്തെയും നാണക്കേടുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന പഴഞ്ചൊല്ല് ഡിജിറ്റൽ ലോകത്ത് മറ്റെന്തിനേക്കാളും പ്രസക്തമാണ്. ഓക്കെ, ഇവിടെ മറുനാടൻ പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം ഈ പറയുന്ന പിഷാരടിയോട് സംസാരിച്ചിരുന്നു. കാഷ്വലായിട്ട് സംസാരിച്ചതിൽ പണി കിട്ടിയതാ അല്ലെങ്കിൽ പണി കൊടുത്തതാ. ഓക്കെ, സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്ന സുഹൃത്തിനെ വഞ്ചിച്ച ശ്വേതാ മേനോനാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തൊട്ടിത്തനോ കാണിച്ചത്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും കട്ട് ചെയ്ത് കളയേണ്ടായിരുന്നു. ഇനി ഓക്കെ, അതും പോട്ട്, സ്വന്തം സുഹൃത്ത് സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതിനേക്കാളും വേറെ ചെറ്റത്തനം വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും കൊള്ളാം, ശ്വേതാ മേനോനാണ് സൂപ്പർ. ഒരുത്തൻ്റെ ജീവിതം തൊലച്ചിട്ട് നേടിയ നേട്ടം. നാട്ടുകാർ നിന്നെയാണ് കൂടുതലും കല്ലെറിയുന്നത്. പക്ഷേ പാർട്ടിയിലൊക്കെ ഉള്ളതുകൊണ്ട് പിഷാരടിക്ക് അതൊരു ബ്ലാക്ക് മാർക്ക് തന്നെയാണ് എന്നും. ഓക്കെ, ഇതിപ്പോൾ എത്രയൊക്കെ നമ്മൾ സംസാരിച്ചാലും മനസ്സിലാക്കാത്ത കുറേ ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ പോലെ ജീവിതകാലം മൊത്തം പിഷാരടിക്ക് അതൊരു ബ്ലാക്ക് മാർക്ക് തന്നെയാണ്. ആ ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കി കൊടുത്തത് താൻ ജീവന തുല്യം കൊണ്ടു നടന്ന ഒരു സുഹൃത്തായിരുന്നു. ആ ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കി കൊടുത്തത് അവിടെയാണ് തൊട്ടിത്തനത്തിൻ്റെ പീക്ക് ലെവലിലുള്ള കാര്യങ്ങൾ എക്സ്പോസ് ആവുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ പിഷാരടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് 100%. ശ്വേതാ മേനോൻ സപ്പോർട്ട് ചെയ്യത്തേ ഇല്ല, ചെയ്യാനും പോണില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ്. പുതിയ വീഡിയോ ഇടണം. ബൈ.